ഫ്രണ്ട്സ് ISRയുടെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പെർമനന്റ് വാക്കൻസിയാണ്. നിങ്ങൾക്ക് ഇതിലേക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. UDC അതുപോലെ അസിസ്റ്റന്റ് തുടങ്ങിയുള്ള പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരമൊക്കെ വേക്കൻസി ഉണ്ട്. ഇനി അത് മാത്രമല്ല, നിങ്ങൾക്ക് കേരളത്തിൽ എക്സാം സെൻറ്റർ ഉണ്ടെന്നുള്ളതാണ്. അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അത്യാവശ്യം വേക്കൻസിയും കാര്യങ്ങളുണ്ട്. പിന്നെ വേറൊരു നോട്ടിഫിക്കേഷൻ കൂടെ ISRൻ്റെ 2 നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. ഒന്ന് നമുക്ക് 2 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ഈ പറയുന്ന ICRBയുടെ നോട്ടിഫിക്കേഷൻ, ISRയുടെ ICRBയുടെ നോട്ടിഫിക്കേഷൻ. രണ്ടാമത് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയുടെ നോട്ടിഫിക്കേഷനാണ്. രണ്ടും ISRയുടെ നോട്ടിഫിക്കേഷൻ തന്നെയാണ്. അപ്പോൾ ഈ 2 നോട്ടിഫിക്കേഷൻ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യണ്ട. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. അതിന് മുൻപ് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ജോയിൻ ചെയ്യാൻ പറ്റും. ജോയിൻ ചെയ്ത് നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും. മെമ്പർഷിപ്പ് എടുത്താൽ നമ്മൾ മെമ്പേഴ്സിൽ പോസ്റ്റും അതുപോലെ തന്നെ വീഡിയോസൊക്കെ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ അത്രയും വീഡിയോസും പാടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കാൻ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ പറയുന്ന ICRBയുടെ നോട്ടിഫിക്കേഷനാണ് എടുക്കുന്നത്. 27/7/2026 ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഏതൊക്കെ പോസ്റ്റിലേക്കാണ് വിളിച്ചതെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, ഇതിൽ വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത്. ഒന്നാമതായിട്ട് പോസ്റ്റ് നമ്പർ നോക്കണേ. പോസ്റ്റ് നമ്പർ 1 അസിസ്റ്റൻ്റ് തന്നെ വിവിധ സോണിൽ വിളിച്ചിട്ടുണ്ട്. കാരണം അഹമ്മദാബാദിൽ 27 വേക്കൻസി, പിന്നെ നിങ്ങൾക്കിവിടെ കാണാം ബാംഗ്ലൂരിൽ 26 വേക്കൻസി. ഓരോ സോണ് നിങ്ങൾ നോക്കുക. ഇതിലൊക്കെ നിങ്ങൾക്ക് SC/ST OBC വേക്കൻസികളുണ്ട്. ഇനി വേക്കൻസി ഇപ്പോൾ SC/ST OBCക്ക് വേക്കൻസി ഇല്ലെങ്കിലും ജനറൽ വേക്കൻസി, അൺറിസേർവ്ഡ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ജനറൽ വേക്കൻസിയാണ്. അതിലേക്കും ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യട്ടെ. അതൊക്കെ ഉണ്ട് ഹൈദരാബാദ്. അതുപോലെ നിങ്ങൾക്കിവിടെ കാണാം ഓരോ സോണും ഇവിടെ കാണാം. അതുപോലെ തന്നെ നമുക്ക് തിരുവനന്തപുരം നമുക്ക് 6 വേക്കൻസി ഉണ്ട്. ഇപ്പോൾ ഇവിടെ റിസർവ് വേക്കൻസി ഇല്ലെങ്കിലും ജനറൽ വേക്കൻസി 4 വേക്കൻസി ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിന് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഒരു ഉദ്യോഗാർത്ഥിക്ക് നിങ്ങൾക്ക് അവിടെ എത്ര സോണിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അതുപോലെ എത്ര പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ, ഏതൊക്കെ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ഇവിടെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും ടോട്ടൽ അങ്ങനെ 113 വേക്കൻസി അതിലുണ്ട്. ഓക്കെ, അതായത് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റ് ഇട്ട് ഇവിടെ കാണാം. പോസ്റ്റ് നമ്പർ 1 പോസ്റ്റ് നമ്പർ 1 നമുക്ക് 113 വേക്കൻസിയാണുള്ളത്. ഇനി അടുത്തത് പോസ്റ്റ് നമ്പർ 2 ആണ്. ജൂനിയർ പേഴ്സണൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റാണ്. ഇത് ഏതൊക്കെ സോണാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടെ കാണാം. ഓരോ സോൺ വൈസ് വേക്കൻസി. ഇതിലും നമുക്ക് തിരുവനന്തപുരം കൂടുതൽ വേക്കൻസി ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ കാണാം 21 വേക്കൻസി ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന പേഴ്സണൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ജൂനിയർ പേഴ്സണൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നമുക്ക് തിരുവനന്തപുരം മാത്രമായിട്ട് 21 വേക്കൻസി ഉണ്ട് കേട്ടോ. പിന്നെ വരുന്നത് പോസ്റ്റ് നമ്പർ 3 ആണ്. ഇതിലേക്ക് അപ്പർ ഡിവിഷൻ ക്ലർക്കാണ് UDC. ഇതിലേക്ക് നമുക്ക് ബാംഗ്ലൂരിലാണ് വേക്കൻസി. 22 വേക്കൻസി ടോട്ടൽ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് പോസ്റ്റ് നമ്പർ 4 ആണ്. സ്റ്റെനോഗ്രാഫർ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ബാംഗ്ലൂർ തന്നെയാണ്. ഇതിലേക്ക് ടോട്ടൽ 10 വേക്കൻസി വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് അസിസ്റ്റൻ്റ് ഇവിടെ കാണാം. പോസ്റ്റ് നമ്പർ 5 ആണ്. അസിസ്റ്റൻ്റ് ഇവിടെ ഫില്ലിംഗ് അപ്പ് അറ്റ് ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ അണ്ടർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ് ആണ്. നിങ്ങൾക്കിവിടെ അഹമ്മദാബാദിലൊക്കെ ആയിട്ട് വേക്കൻസി ഉണ്ട്. ഇവിടെയും നമുക്ക് തിരുവനന്തപുരം ഒരു 3 വേക്കൻസി ഉണ്ട്. പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ജൂനിയർ പേഴ്സണൽ അസിസ്റ്റൻ്റ്. ഓക്കെ, ഇതിൽ നമുക്കിത് പോസ്റ്റ് കോഡ് 6 ആണ്. പോസ്റ്റ് കോഡ് 6 നിങ്ങൾക്ക് അഹമ്മദാബാദിൽ ഒരു വേക്കൻസിയാണ്. ആ ഒരു വേക്കൻസി അൺറിസർവ്ഡ് പോസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാറ്റഗറി പോസ്റ്റുകളാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന പോസ്റ്റുകളുണ്ടല്ലോ. അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് അസിസ്റ്റൻ്റ് ഓർ അപ്പർ ഡിവിഷൻ ക്ലർക്ക്, അതായത് പോസ്റ്റ് നമ്പർ 1, 3 ആൻഡ് 5 ഈ 3 പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട. അതായത് നമ്മൾ പറഞ്ഞല്ലോ പോസ്റ്റ് നമ്പർ പറഞ്ഞ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ നോക്കുക. അപ്പോൾ പോസ്റ്റ് നമ്പർ 1, 3 ആൻഡ് 5 ഈ പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട യോഗ്യത ജസ്റ്റ് ഡിഗ്രി മതിയിട്ട് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി 60% മാർക്കോടുകൂടി പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് 60% മാർക്കോടുകൂടി ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി പാസ്സാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അത് എനി ഡിഗ്രിയാണ്, എഞ്ചിനീയറിംഗ് നോൺ എഞ്ചിനീയറിംഗ് ഏതായാലും കുഴപ്പമില്ല. ജസ്റ്റ് ഒരു ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് 60% മാർക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇനി 60% മാർക്കിന് പകരം നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിൻറ്റ് ആവറേജ് CGPA ഒക്കെ ആണ്. ഗ്രേഡ് പോയിൻ്റ് ആണെങ്കിൽ 10 പോയിൻറ്റ് സ്കെയിൽ ആണെങ്കിൽ അതിൽ 6.32 ഉണ്ടായാൽ മതി എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഇതിൽ നമ്മൾ പാസ്സായിരിക്കേണ്ടതെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്ന ഒരു കോഴ്സ് പീരീഡ് ഉണ്ടാവില്ല. ആ പീരീഡിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തവരായിരിക്കണം. അതായത് പേപ്പറൊക്കെ പോയി അങ്ങനെ എഴുതി അങ്ങനെയുള്ളവർക്ക് പറ്റില്ല. ഒരു നിശ്ചിത ഡ്യൂറേഷനിൽ തന്നെ നമ്മൾ ക്ലിയർ ചെയ്ത വിദ്യാർത്ഥികളായിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യാൻ അത്യാവശ്യം അറിഞ്ഞിരിക്കണം. അതായത് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊന്നും വേണ്ട, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട. എന്നാൽ ഇവിടെ കാണാം നിങ്ങൾക്ക് ജൂനിയർ പേഴ്സണൽ അസിസ്റ്റൻറ്റ് സ്റ്റെനോഗ്രാഫർ, അതായത് പോസ്റ്റ് നമ്പർ 2 അതുപോലെ 4 ആൻഡ് 6 ഈ 3 കാറ്റഗറി പോസ്റ്റ്. ടോട്ടൽ നമുക്ക് 6 കാറ്റഗറി പോസ്റ്റാണ്, പോസ്റ്റ് നമ്പറാണുള്ളത്. അതിൽ ഈ പറയുന്ന 3 നമ്പറുടെ 2,
പോസ്റ്റ് നമ്പർ 2, പോസ്റ്റ് നമ്പർ 4, പോസ്റ്റ് നമ്പർ 6 ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷ അയക്കാൻ വേണ്ട യോഗ്യത എന്ന് പറയുന്നത് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 60% മാർക്കോടുകൂടി പാസ്സായിരിക്കുക. അതല്ലെങ്കിൽ 6.32 ഗ്രേഡ് പോയിൻ്റ് ആണെങ്കിൽ 10 പോയിൻറ്റിലാണെങ്കിൽ 6.32 CGPA മിനിമം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്ന നിശ്ചിത ആ ഒരു ഡ്യൂറേഷനിൽ തന്നെ നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഇതേ ക്വാളിഫിക്കേഷൻ തന്നെ അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ അതേ സെയിം ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി മതി. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ഈ പറയുന്ന 60 വേർഡ് പെർ മിനിറ്റ് എന്നുള്ള രീതിയിൽ ഇംഗ്ലീഷിൽ സ്റ്റെനോഗ്രഫി സ്പീഡ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ സ്റ്റെനോഗ്രഫി അറിയുന്നവർക്കായിരിക്കും ഈ പോസ്റ്റ് സ്യൂട്ടബിൾ. അങ്ങനെയുള്ളവർക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ ഡിഗ്രി തന്നെ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഡിപ്ലോമ കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ സെക്രട്ടറി പ്രാക്ടീസിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ 60% മാർക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡിപ്ലോമ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ 1 ഇയർ എക്സ്പീരിയൻസ് വേണം. സ്റ്റെനോ അല്ലെങ്കിൽ സ്റ്റെനോ ടൈപ്പിസ്റ്റ് അല്ലെങ്കിൽ സ്റ്റെനോഗ്രാഫറിലുള്ള 1 ഇയർ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. എന്നാൽ ഡിഗ്രി ഉള്ളവർക്ക് എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. ഈ പറയുന്ന സ്പീഡ് ഉണ്ടായാൽ മതി. 60 വേർഡ് പെർ മിനിറ്റ് ഇംഗ്ലീഷിൽ സ്റ്റെനോഗ്രഫി ആ ഒരു സ്പീഡ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, എന്നാൽ ഡിപ്ലോമ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് അല്ലെങ്കിൽ സെക്രട്ടറി പ്രാക്ടീസിൽ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഡിപ്ലോമ ഉള്ളവരാണെങ്കിൽ അവർക്ക് എന്ത് വേണം? 1 ഇയർ എക്സ്പീരിയൻസ് വേണം സ്റ്റെനോ ടൈപ്പിസ്റ്റ് അല്ലെങ്കിൽ സ്റ്റെനോഗ്രാഫറായിട്ട്. ഇനി എക്സ്പീരിയൻസ് നിർബന്ധമല്ല. ആർക്ക് എക്സ്പീരിയൻസിന് പകരമായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന സംഭവമാണ് ഇത് അപ്രൻറ്റീഷിപ്പ്. അപ്പോൾ ഡിപ്ലോമ വെച്ച് അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന അപ്രൻറ്റീഷിപ്പ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതിന് എക്സ്പീരിയൻസിന് ഇക്വലൻ്റ് ആയിട്ട് പരിഗണിക്കുമെന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യം പാടെ അതിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്തതിൻ്റെ ഏജ് ലിമിറ്റാണ് 28 വയസ്സ് വരെ. 16/8/2026 കണക്കാക്കി 28 വയസ്സ് വരെ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 31, SC ST ആണെങ്കിൽ 33, പിന്നെ ഈ ഡിസബിലിറ്റി ഉള്ള വിദ്യാർത്ഥികൾക്കും എക്സ് സർവീസ്മാൻ അവർക്കൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് SC ST OBC ഒക്കെ റിസർവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാലിഡ് ആയുള്ള സെനൽ പർപ്പസിന് ഇറക്കി കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓൺലൈനായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒന്നിൽ അധികം പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പല പോസ്റ്റിലേക്കും നിങ്ങൾക്ക് ഡിഗ്രി തന്നെ വെച്ചിട്ട് അപ്ലൈ ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒന്നിലധികം പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ അവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പോസ്റ്റ് മീൻസ് അതായത് ഇപ്പോൾ നമുക്ക് UDC അതുപോലെ അസിസ്റ്റൻറ്റ് ഇതിലേക്ക് അപ്ലൈ ചെയ്യണം. എനിക്ക് UDCയിലേക്കും അപ്ലൈ ചെയ്യാം, അസിസ്റ്റൻറ്റിലേക്കും അപ്ലൈ ചെയ്യാം. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ തിരുവനന്തപുരം ഉള്ള 2 വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് എന്താണ് അപ്ലൈ ചെയ്യാം. 2 കാറ്റഗറി പോസ്റ്റ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി ഡിഫറൻറ്റ് സോണിലേക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഒന്ന് തിരുവനന്തപുരം, ഒന്ന് ബാംഗ്ലൂർ, അങ്ങനെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ അവിടെ കണ്ടീഷൻ പറയുന്നുണ്ട് സെയിം പോസ്റ്റ്. ഇപ്പോൾ ഞാൻ UDC എന്ന് പറയുന്ന വേക്കൻസി ഉണ്ടല്ലോ, അത് ഞാൻ എന്താണ് നമ്മുടെ സോണിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല. ഓക്കെ, വിവിധ സോണിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതിനൊരു എക്സാമ്പിളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റ് ഞാൻ ആ ഒരു സെയിം പോസ്റ്റ് തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള വിവിധ സോണിലേക്ക് ഞാൻ അപ്ലൈ ചെയ്യാൻ പാടില്ല. ഏതെങ്കിലും ഒരു പോസ്റ്റ് ഏതെങ്കിലും ഒരു സോണിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അതല്ല നിങ്ങൾക്ക് ഈ പറയുന്ന ഡിഫറൻ്റ് ആയിട്ടുള്ള പോസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ പറയുന്ന ഏത് നിങ്ങൾക്ക് ലൊക്കേഷൻ അല്ലെങ്കിൽ സോണിലേക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് എക്സാമ്പിൾ വേണമെങ്കിൽ കാണിക്കാം. ഇപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഇവിടെ നമുക്ക് പോസ്റ്റ് നമ്പർ 1 എടുക്കാം. അപ്പോൾ പോസ്റ്റ് നമ്പർ 1 നമുക്ക് ഡിഗ്രി ആണല്ലോ യോഗ്യത. അപ്പോൾ ഞാനിപ്പം അഹമ്മദാബാദിലേക്ക് അപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ആ സെയിം പോസ്റ്റ് ഇപ്പോൾ പോസ്റ്റ് നമ്പർ 1 അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റ് അഹമ്മദാബാദിലേക്ക് അപ്ലൈ ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല? ബാംഗ്ലൂരിലേക്ക് അതേ സെയിം പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ പാടില്ല. പോസ്റ്റ് നമ്പർ 1 ഞാൻ അപ്ലൈ ചെയ്യാൻ പാടില്ല. ഓക്കെ, അതിന് പകരം എനിക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ ഈ പറയുന്ന മറ്റേതെങ്കിലും പോസ്റ്റ് മറ്റ് സോണിലേക്കോ, ഇനിയിപ്പോൾ അഹമ്മദാബാദിലേക്ക് തന്നെ വേക്കൻസി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ ജൂനിയർ പേഴ്സണൽ അസിസ്റ്റൻറ്റ് അഹമ്മദാബാദ് വേക്കൻസി ഉണ്ട്. എനിക്ക് എന്ത് ചെയ്യാം? അഹമ്മദാബാദിലേക്ക് പോസ്റ്റ് നമ്പർ 2 അപ്ലൈ ചെയ്യാം. ഓൾറെഡി പോസ്റ്റ് നമ്പർ 1 ഞാൻ അസിസ്റ്റൻ്റ് അതിൽ അഹമ്മദാബാദ് അപ്ലൈ ചെയ്തു. എനിക്ക് പോസ്റ്റ് നമ്പർ 2 എന്ത് ചെയ്യാം? അഹമ്മദാബാദിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അഹമ്മദാബാദിലേക്ക് തന്നെ അപ്ലൈ ചെയ്തോന്നില്ല. പോസ്റ്റ് നമ്പർ 2 എനിക്ക് എന്ത് ചെയ്യാം? മറ്റ് സോണിൽ വേക്കൻസി ഉണ്ടെങ്കിൽ ബാംഗ്ലൂരിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, അതല്ലാതെ സെയിം പോസ്റ്റ് തന്നെ എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങൾ ഈ പറയുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള സോണിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല കേട്ടോ. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പം എക്സാം സെൻറ്റർ കോമൺ ആയിട്ട് കൊടുക്കണം കേട്ടോ. റിട്ടൺ ടെസ്റ്റ് ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂർ കൊടുക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ തന്നെ എല്ലാ അതായത് വിവിധ പോസ്റ്റ് നമ്പർ നമ്മൾ അപ്ലൈ ചെയ്യുമല്ലോ, വിവിധ പോസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുമെങ്കിൽ എക്സാം സെൻറ്റർ സെയിം ആയിട്ട് കൊടുക്കണം കേട്ടോ. അത് ഡിഫറെൻ്റ് ആകാതിരിക്കാൻ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഒന്നിലധികം പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ആണെങ്കിൽ കോമൺ ആയിട്ടുള്ള അതായത് സെയിം റിട്ടൺ ടെസ്റ്റ് സെൻറ്റർ നിങ്ങൾ കൊടുക്കുക. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക, ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 27/7
2026 മുതൽ 16/8/2026 വരെ നിങ്ങൾക്ക് സമയമുണ്ട് എന്നുള്ളതാണ്. അപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് 16/8 ആപ്ലിക്കേഷൻ ഫീ 100 രൂപയാണ് വരുന്നത്. എങ്കിലും നമ്മൾ ഇനീഷ്യലി എല്ലാ ഉദ്യോഗാർത്ഥികളും 500 രൂപ എന്ത് ചെയ്യണം, എല്ലാ ഉദ്യോഗാർത്ഥികളും പേ ചെയ്യണം. അവർക്ക് റീഫണ്ട് ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഈ പറയുന്ന കാറ്റഗറി പോസ്റ്റിനുള്ള അസിസ്റ്റൻ്റ് അപ്പർ ഡിവിഷൻ ക്ലർക്ക് എന്ന് പറഞ്ഞിട്ട് 500 രൂപ, ഇതൊക്കെ 500 ഈ പറയുന്ന അസിസ്റ്റൻ്റ് ഒരു UDC അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ UDC അല്ലെങ്കിൽ ജൂനിയർ പേഴ്സണൽ അസിസ്റ്റൻ്റ് സ്റ്റെനോഗ്രാഫർ 1000 വരിക. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് കാണിക്കും ഓട്ടോമാറ്റിക്കായിട്ട്. നിങ്ങളുടെ കാറ്റഗറി കൊടുക്കുന്നതനുസരിച്ച് അവിടെ കാണിക്കും ഏത് പോസ്റ്റിൻ്റെ ഒക്കെ അനുസരിച്ചിട്ട്. അപ്പോൾ റീഫണ്ട് എങ്ങനെയാണ് ലഭിക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ പറയുന്ന കാൻഡിഡേറ്റ്സ് ഉണ്ടല്ലോ, ഫീമെയിൽ കാൻഡിഡേറ്റ്സ്, SC/ST കാൻഡിഡേറ്റ്സ്, PWBD കാൻഡിഡേറ്റ്സ്, എക്സ് സർവീസ്മാൻ, ഇവർക്ക് എത്രയാണോ നമ്മൾ കൊടുക്കുന്ന ഫീ, 500 നമ്മൾ കൊടുക്കുന്ന ഫീ എങ്കിൽ 500 രൂപ എന്ത് ചെയ്യും, അവർക്ക് എക്സാം എഴുതി കഴിഞ്ഞാൽ അവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിക്കോളൂ കേട്ടോ, ഒക്കെ തിരിച്ച് കയറുന്നതാണ്. എന്നാൽ ബാക്കിയുള്ള ഫീ റിലാക്സേഷൻ ഇല്ലാത്ത ഉദ്യോഗാർത്ഥികൾക്ക് 100 രൂപ അവർ ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് പിടിച്ചിട്ട് 400 രൂപയാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരിച്ച് കയറുള്ളൂ. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മളവിടെ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്യുമ്പം ക്ലിയർ ആയിട്ടുള്ള ഇമേജ് സ്കാൻ ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് റീസെൻ്റ് എടുത്ത 50 to 100 GB ഇടയിലായിരിക്കണം. സിഗ്നേച്ചർ 50 to 100 GB ഫയൽ സൈസ് ആയിരിക്കണം. പിന്നെ SC/ST ഡിസബിലിറ്റി ഉള്ള എക്സ് സർവീസ്മാൻ, ഇവർക്ക് ഫീ റിലാക്സേഷൻ ഒക്കെ കിട്ടണമെങ്കിൽ വാലിഡ് ആയുള്ള കാറ്റഗറി സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, പിന്നെ നമ്മൾ ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ഇൻസ്ട്രക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റീസെൻ്റ് ആയുള്ള കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ വൈറ്റ് ആണ് കുറച്ചുകൂടെ നല്ലത്. ബാക്ക്ഗ്രൗണ്ട് ഡയമെൻഷൻ 200x230, ദെൻ ഫയൽ സൈസ് 20 to 50 KB എന്നുള്ള ഒരു ഇതിലായിരിക്കണം. സിഗ്നേച്ചർ ആണെങ്കിൽ വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് പെന്നാണ് കേട്ടോ ഉപയോഗിച്ചിട്ട് സൈൻ ചെയ്യേണ്ടത്. എന്നിട്ട് സ്കാൻ ചെയ്യാൻ 140x60 ഡയമെൻഷനിലേക്ക് മാറ്റിയിട്ട് 10 to 20 ഇടയിൽ ഫയൽ സൈസാക്കി അപ്ലോഡ് ചെയ്യണം. ഇനി അതോടൊപ്പം തന്നെ ടെസ്റ്റ് സെൻറ്ററുകൾ നമുക്കുള്ളത് ഇപ്പോൾ കേരളത്തിൽ നമുക്ക് എറണാകുളം, തിരുവനന്തപുരമാണുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ചെന്നൈ, ബാംഗ്ലൂർ, തിരുച്ചിറപ്പള്ളിയൊക്കെ സെൻറ്ററുകളുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം സെലക്ഷൻ എന്ന് പറയുന്നത്, ഇതിൻ്റെ ആ ഒരു സ്കീം എന്ന് പറയുന്നത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പോസ്റ്റ് നമ്പർ 1, 3 and 5 നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ ഒബ്ജക്റ്റീവ് ടൈം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായത്. അതായത് സിംഗിൾ ടെസ്റ്റാണ്. ഇതിൽ നിങ്ങൾക്ക് ഒന്നിലധികം ടെസ്റ്റ് ഒന്നുമില്ല, പ്രിലിമിനറി, മെയിൻ അങ്ങനെയൊന്നുമില്ല. ഒരൊറ്റ എക്സാമാണ്, 150 മിനിറ്റ് ഡ്യൂറേഷൻ വരുന്ന. അതിൻ്റെ സ്കീം കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അത് ക്വാളിഫൈ ചെയ്ത സ്കിൽ ടെസ്റ്റാണ്. അപ്പോൾ എക്സാമിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യുക. സ്കിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് കാണിച്ചു കൊടുത്താൽ മതി. എക്സാമിനേഷൻ്റെ മാർക്കാണ് നോക്കുക. അതുപോലെ തന്നെ പോസ്റ്റ് നമ്പർ 2, 4 and 6 നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇത് 150 മാർക്കിൻ്റെ രീതിയിലുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. സ്കീമിൽ വ്യത്യാസം ഉണ്ടാകും. അത് ക്വാളിഫൈ ചെയ്താൽ അതിൽ ഷോർട്ട് ലിസ്റ്റിൽ പെട്ടാൽ നിങ്ങൾക്ക് സ്കിൽ ടെസ്റ്റ് ഉണ്ടാവുന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സിലബസ് കാര്യങ്ങളൊക്കെ കാണാൻ. സ്കിൽ ടെസ്റ്റിൽ പ്രധാനമായിട്ടും വരുന്നത് കമ്പ്യൂട്ടർ ലിറ്ററസി, അതുപോലെ സ്റ്റെനോഗ്രഫി ടെസ്റ്റ് കാര്യങ്ങളാണ്. ഈ പറയുന്ന പോസ്റ്റ് നമ്പർ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. 2, 4 and 6 നിങ്ങൾക്ക് സ്കിൽ ടെസ്റ്റ് വരിക ഇതാണ് കേട്ടോ. ഓക്കെ, കമ്പ്യൂട്ടർ ലിറ്ററസി ടെസ്റ്റും സ്റ്റെനോഗ്രഫി ടെസ്റ്റും ഉണ്ടാവും. എന്നാലും പോസ്റ്റ് നമ്പർ 1, 3, 5 ജസ്റ്റ് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ടെസ്റ്റ് മാത്രമാണ് ഉണ്ടാവുക, സ്റ്റെനോഗ്രഫി ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. ഇനി അതോടൊപ്പം തന്നെ ഇതിൻ്റെ പേ ആൻഡ് അലവൻസ് 4 പേ ലെവൽ. ബേസിക് പേ 27,500 പ്ലസ് അഡീഷൻ നിങ്ങൾക്ക് എന്ത് കിട്ടും വെച്ചാൽ DHR തുടങ്ങിയിട്ടുള്ള മറ്റൊട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ക്യാൻറ്റീൻ ഫെസിലിറ്റി അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ടെമ്പററി, ഇവിടെ ഈ വാചകമായിരിക്കും നിങ്ങളെ കൺഫ്യൂസ് ആക്കുക. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. അത് ടെമ്പററി, ദ പോസ്റ്റ് ആർ ടെമ്പററി ബട്ട് ലൈക്ലി ടു കണ്ടിന്യൂ എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഒട്ടുമിക്ക സെൻട്രൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് സ്ഥാപനങ്ങളാണെങ്കിലും ഓട്ടോണമസ് ഒക്കെ ആണെങ്കിലും എല്ലാത്തിലും ഈ ഒരു വാചകം കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിവിധ അതായത് ITBP അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിവിധ ഡിഫൻസിൻ്റെ ഇതിലൊക്കെ നമ്മളിത് കാണാൻ പറ്റും. അപ്പോൾ ഇത് കണ്ട് നമ്മൾ അപ്ലൈ ചെയ്യാതിരിക്കേണ്ട. എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാത്തിലും വരുന്നുണ്ട്, പക്ഷേ നമുക്കിത് പെർമനൻ്റ് ആയിട്ട് തന്നെയാണ്. പിന്നെ ബട്ട് ലൈക്ലി ടു കണ്ടിന്യൂ എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഒട്ടനവധി അലവൻസും കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, നമുക്കിനി അല്ലാത്ത ഒരു നോട്ടിഫിക്കേഷനൊന്നും ഈ രീതിയിൽ വരില്ല. ഇത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണല്ലോ. ഈ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 27/7/2026, ക്ലോസിംഗ് ഡേറ്റ് 16/8/2026. ഇനി ബാക്കി താഴെ ഇതിൻ്റെ ഫോട്ടോൻ്റെ ആ ഒരു സ്പെസിഫിനൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും ക്ലിയർ വേണം കേട്ടോ. ഓക്കെ, ഇതേമാതിരി ഒന്നും ഇവിടെ പറ്റില്ല, ഈ പറഞ്ഞ രീതിയിലൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ സാമ്പിൾ ഫോട്ടോഗ്രാഫ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വിച്ച് ആർ നോട്ട് ആക്സെപ്റ്റബിൾ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴോട്ട് തന്നിരിക്കുന്നു പറ്റില്ല. ഇത് ആക്സെപ്റ്റബിൾ ഡയമെൻഷനാണ്. ആ ഒരു ഫേസൊക്കെ നല്ല രീതിയിൽ ചെവിയൊക്കെ കാണുന്ന രീതിയിലായിരിക്കണം. ഈ രീതിയിൽ ക്രോപ്പായതോ അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ മാറിയതോ ബ്ലറായതോ ഒന്നും പറ്റില്ല കേട്ടോ. അതൊന്നും പറ്റില്ല. അതുപോലെ തന്നെ പാറ്റേൺ, ഇപ്പോൾ അസിസ്റ്റൻറ്റ് UDC എന്ന് പറയുന്ന പോസ്റ്റ് ആണെങ്കിൽ, അതായത് നിങ്ങൾക്ക് പോസ്റ്റ് നമ്പർ 1, 3 and 5 നമ്മൾ പറഞ്ഞില്ലേ, അതിന് എനിക്ക് ജനറൽ ഇംഗ്ലീഷ് 50 ക്വസ്റ്റ്യൻ 50 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ നോളജ്. ഓക്കെ, ഇതാണ് വരിക.
പിന്നെ നിങ്ങൾക്കിവിടെ കാണാം തെറ്റായാൽ 0.25 മാർക്ക് നെഗറ്റീവ് പിടിക്കും. പിന്നെ അതിൻ്റെ സിലബസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അനുസരിച്ച് നോക്കാവുന്നതാണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് ഈ ജൂനിയർ പേഴ്സണൽ അസിസ്റ്റൻറ്റ് സ്റ്റെനോഗ്രാഫർ എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ സ്കിൽ ടെസ്റ്റ് ഉള്ള, അതായത് നമ്മളെ പോസ്റ്റ് കോഡ് ലാസ്റ്റ് 3 പറഞ്ഞില്ലേ, ആ പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഈ രീതിയിലാണ് എക്സാം ഫസ്റ്റ് ഉണ്ടാകും. അത് കഴിഞ്ഞ് അതിൻ്റെ സ്കീം കൂടെ കൊടുത്തിട്ടുണ്ട് സിലബസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്കിൽ ടെസ്റ്റ് ഈ പറയുന്ന പോസ്റ്റ് അസിസ്റ്റൻറ്റ് UDC JPS സ്റ്റെനോഗ്രാഫർ എന്ന് പറയുന്ന പോസ്റ്റ്, ഇതിലാണെങ്കിൽ എനിക്ക് MS വേർഡ് എക്സൽ ഓക്കെ 35 മാർക്ക്. അതിൻ്റെ എത്ര വെയിറ്റേജ് കൂടെ കൊണ്ട് പവർ പോയിൻറ്റ് 75 മിനിറ്റാണ് ഡ്യൂറേഷൻ ഉണ്ടാകുക. പിന്നെ എക്സ്ട്രാ സ്റ്റെനോഗ്രഫി എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ സ്റ്റെനോഗ്രാഫർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ സ്റ്റെനോഗ്രഫി ടെസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ അതിന് മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതെങ്ങനെ അപ്ലൈ ചെയ്യാൻ നമുക്ക് നോക്കാം. എന്നിട്ട് രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ കാണിക്കാം കേട്ടോ. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പേജിലേക്ക് വരും. താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റും മറ്റു ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസും എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴേക്ക് നോക്കിയാൽ കാണാം അവിടെ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കാണാം. ഇതിൽ കാണാം നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫോം എന്നുള്ളതിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുന്നു കൊടുക്കുന്നു. ജസ്റ്റ് ഞാൻ ഓപ്പൺ ആക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ ചെല്ലുന്നത് അവിടെ അപ്ലൈ ചെയ്യാനുള്ള പോർട്ടലാണ്. ഇവിടെ കാണാം ISROയുടെ ലോഗോ കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്, സ്റ്റാർട്ടിംഗ് ഡേറ്റും ക്ലോസിംഗ് ഡേറ്റ് കാണാം. ഇനി എന്തെങ്കിലും ക്ലോസിംഗ് ഡേറ്റിൽ എന്തെങ്കിലും അവർ മാറ്റം വരുത്തുകയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്തിട്ടോ ഇവിടെ ഇങ്ങനെ കാണും, ചേഞ്ച് ഔട്ടോ, അതൊക്കെ നിങ്ങൾ ഇത് യൂസ് ചെയ്യാം നിങ്ങൾക്ക്. അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ് റീഡ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് റീഡ് ചെയ്യാം, ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്താൽ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. രജിസ്റ്റർ ചെയ്യാൻ ആദ്യമായിട്ട് വരികയാണെങ്കിൽ ടു രജിസ്റ്റർ എന്നുള്ളതിൻ്റെ ഫസ്റ്റ് ഈ ലിങ്ക് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്താണ് നമ്മുടെ ഫോം പേഴ്സണൽ ഡീറ്റെയിൽസും ഇതൊക്കെ കൊടുത്ത് നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് പോയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതങ്ങനെ ഫില്ല് ചെയ്ത് നമ്മൾ പോവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതാണ് എക്സാമിനേഷൻ നെയിം എന്നുള്ള ICRBയുടെ ആണ്. ഓക്കെ, ദെൻ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിലുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്, ഫെച്ച് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഒന്നും കാട്ടണ്ട. പിന്നെ ഇവിടെ നമുക്ക് നമ്മുടെ പേര്, പിന്നെ മൊബൈൽ നമ്പർ, ഇമെയിലൊക്കെ കൊടുത്ത് വെരിഫൈ ചെയ്ത് റീവെരിഫൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, അത് സബ്മിറ്റ് കൊടുക്കുക. എന്നിട്ട് അങ്ങനെ ചെയ്ത് പോയാൽ മതി. നിങ്ങൾക്ക് തന്നെ ചെയ്യാം, മൊബൈൽ യൂസ് ചെയ്തിട്ടൊക്കെ ചെയ്യാം. മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ക്രോം ബ്രൗസറൊക്കെ യൂസ് ചെയ്ത് ഡെസ്ക്ടോപ്പ് വ്യൂവിൽ ഇട്ടിട്ടൊക്കെ ചെയ്യുക, അതാണ് കുറച്ചുകൂടെ നല്ലത്. നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോയുടെ താഴെ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് പോവുക നിങ്ങൾ. ഇനി അടുത്തത് കുറച്ചൊരു ക്ഷീണം ഉണ്ടായതുകൊണ്ടാണ് വോയിസിൻ്റെ ഒരു പ്രശ്നം. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നമ്മൾ രണ്ടാമത്തെ നോട്ടിഫിക്കേഷനാണ്. ഇത് ജസ്റ്റ് ഞാൻ ക്ലോസ് ചെയ്യട്ടെ. ഇനി രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ ജസ്റ്റ് നമുക്ക് ഓപ്പൺ ആക്കാം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അക്കൗണ്ട്സ് ആൻഡ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതിലേക്കാണ്. അത് നമ്മുടെ ISROയുടെ തന്നെ റിസർച്ച് യൂണിറ്റ് ആയിട്ടുള്ള ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. അപ്പോൾ വന്നിരിക്കുന്ന വേക്കൻസി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഒരു വേക്കൻസി, അക്കൗണ്ട്സ് ഓഫീസർ 2 വേക്കൻസി, പർച്ചേസ് ആൻഡ് സ്റ്റോർ ഓഫീസർ 2 വേക്കൻസി. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഉണ്ട് കേട്ടോ. അത് അവിടെ അപ്ലൈ ആവുന്നുള്ള ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി, കാണിക്കാം. അപ്പോൾ ഇതിലേക്ക് റിട്ടൺ ടെസ്റ്റും ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും കേട്ടോ. സെലക്ഷൻ മെത്തേഡ് പറഞ്ഞാൽ ഇതിലേക്ക് എക്സ്പീരിയൻസ് വേണം, അതുകൊണ്ടാണ് ഞാനിത് രണ്ടാമതായിട്ട് മാറ്റി വെച്ചത്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ MBA+1 1 ഇയർ എക്സ്പീരിയൻസ്, സൂപ്പർവൈസറി കപ്പാസിറ്റിയിൽ നിങ്ങൾക്ക് ഒരു 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് +3 ഇയർ എക്സ്പീരിയൻസ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഡിഗ്രി ആണെങ്കിൽ 5 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇനി അതുപോലെ അക്കൗണ്ട്സ് ഓഫീസർ ആണെങ്കിൽ നിങ്ങൾക്ക് ACA അല്ലെങ്കിൽ FCA ഈ പറഞ്ഞ ഏതെങ്കിലും വേണം, +1 ഇയർ എക്സ്പീരിയൻസ് വേണം. ഇനി അതും അല്ലെങ്കിൽ MCOM +3 ഇയർ എക്സ്പീരിയൻസ്. നിങ്ങൾ നോക്കുക, എലിജിബിളാണ്. BCOM ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, പക്ഷേ 5 ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണം കേട്ടോ. BBA BBM ഒക്കെ കഴിഞ്ഞവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. ഇനി അതുപോലെ തന്നെ പർച്ചേസ് ആൻഡ് സ്റ്റോറിൽ നിങ്ങൾക്ക് ഇതിലേക്ക് MBA ഇൻ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മെറ്റീരിയൽ മാനേജ്മെൻറ്റ് +1 ഇയർ എക്സ്പീരിയൻസ് മതി എന്നുള്ളതാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മെറ്റീരിയൽ മാനേജ്മെൻറ്റിലൊക്കെ അല്ലെങ്കിൽ പർച്ചേസ് ഇതൊക്കെ ബന്ധപ്പെട്ടുള്ളതാണ്. അതുപോലെ തന്നെ 3 ഇയർ എക്സ്പീരിയൻസ് വേണം. ഇനി അതുമല്ലെങ്കിലും നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് +3 ഇയർ എക്സ്പീരിയൻസ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി അതുമല്ലെങ്കിൽ അവിടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് വിത്ത് 3 ഇയർ എന്ന് പറയുന്നത് എനി PG ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി അതുമല്ലെങ്കിൽ ഗ്രാജുവേറ്റ് വിത്ത് 5 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഒക്കെ ആണ്. പിന്നെ ബാക്കിയൊക്കെ നിങ്ങൾ റീഡ് ചെയ്യുക, അത് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളത് ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് മാറ്റി വെച്ചു എന്നുള്ളതാണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, എല്ലാം ഡീറ്റെയിൽസും നോട്ടിഫിക്കേഷനുണ്ട്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നത് നമ്മുടെ ISROയുടെ ICRBയിലേക്ക് വരില്ല. അപ്പോൾ ഇവിടെ താഴെ കണ്ടതിന് ISRO ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി നോട്ടിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് PDF ഓപ്പൺ ആയി വരും. PDF ഓപ്പൺ ആയി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ഇവിടെ തന്നെ കണ്ടോ അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതാണ് പോർട്ടൽ. ഓക്കെ, അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കുക. എന്നിട്ട് നമ്മൾ ആദ്യമായിട്ട് വരികയാണെങ്കിൽ നമ്മൾ രജിസ്റ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം.
നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ അത്രയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.